Hello students, welcome to Disha Academy. അപ്പം നിങ്ങൾ ഈ ഒരു സീരീസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് മിക്സഡ് സയൻസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Which one of the following is not the unit of pressure? പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ജൂൾ പെർ മീറ്റർ സ്ക്വയർ, ഡി ഓപ്ഷൻ ബാർ. ഇതിൽ ഏതാണ് പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലാത്തത്? ഓക്കെ, പ്രഷർ നമ്മൾ പൊതുവേ നോർമലി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇനി അറിയത്തില്ല എന്ന് പറയരുത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് എന്തെന്ന് പറയുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രഷറിൻ്റെ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? പാസ്കൽ എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ബാറും പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് ആരാണ്? ജൂൾ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം പ്രഷറിൻ്റെ യൂണിറ്റ് ഇവിടെ അല്ലാത്തത് ആരാണ്? ജൂൾ പെർ മീറ്റർ സ്ക്വയർ. അപ്പം ഓർക്കുക, പ്രഷറിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. അതുപോലെ ബാറും എന്തിൻ്റെ യൂണിറ്റാണ്? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ഇനി ഇവിടെ ജെ എന്ന് കൊടുത്തേക്കുന്നത് എന്താണ്? ജൂൾ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the magnification produced by a lens is +2, then the image is. ഇമേജ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓരോ പൊസിഷനിൽ എന്താണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതേപോലെ ഇമേജിൻ്റെ സൈസ്. അപ്പം ആ ഒരു പോർഷൻ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഇമേജ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. മാഗ്നിഫിക്കേഷൻ +2 എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് വെക്കുവാണ്. ആ ഒബ്ജക്റ്റിനെ കാട്ടിയും ഡബിൾ സൈസിലുള്ള ഇമേജ് നമുക്ക് ഉണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നിഫിക്കേഷൻ +2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഡബിൾ സൈസ് എന്ന് പറയുമ്പം എന്തായാലും ചെറുതായിരിക്കത്തില്ലല്ലോ, വലുതായിരിക്കും. അപ്പം എന്തായാലും എ ഓപ്ഷനോ ബി ഓപ്ഷനോ വരാൻ സാധ്യതയില്ല. സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? തെറ്റ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. നമുക്ക് നോക്കാം, 2 ഓപ്ഷൻസ് ആണുള്ളത്, സിയും ഡിയും ആണുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഡബിൾ സൈസ് ആണ് വരുന്നത്. നല്ല വലിയ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം ഇതിൽ ഇമേജ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇമേജ് ആ ഒരു എന്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്ന ആ ഒരു എന്താണ് പ്ലേസിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു സൈഡിൽ, ആ ഒരു വശത്ത് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു നമ്മുടെ ഇമേജും ഫോം ചെയ്യുന്നത്. വെച്ചാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ വശത്ത് തന്നെയായിരിക്കും എന്തും ഉണ്ടാവുന്നത്? ഇമേജും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും. മാത്രമല്ല ഇൻവെർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തല തിരിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഇമേജ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നതെങ്കിലോ, ഇതിപ്പോൾ തലതിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റ് ഇങ്ങനെയാണ്, അതേപോലെ ഇമേജും ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ഇറക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇറക്റ്റും ആണ്, അതേപോലെ വിർച്വലും ആണ്, ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മാഗ്നിഫിക്കേഷൻ, ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ +2 ആണെങ്കിൽ. ഓക്കെ, അപ്പം ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ലെൻസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഏതൊക്കെയാണെന്നറിയാവോ? കോൺവെക്സും കോൺകേവും. ഇങ്ങനെ 2 ലെൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നോക്കിയേ, ഇതാണ് കോൺവെക്സ് ലെൻസ്, ഇതാണ് കോൺകേവ് ലെൻസ്. ഇതിൽ ഇമേജ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 റേസ് വരുവാണ്. ഇവിടെ നിന്ന് 2 റേസ് വരുവാണ്. ഇതിലും ഇവിടുന്ന് 2 റേസ് വരുവാണ്. എന്താ സംഭവിക്കുന്നത്? കോൺവെക്സ് ലെൻസിലാണെങ്കിൽ ഇത് കൺവെർജ് ചെയ്ത് ഒരു പോയിന്റിലോട്ട് എത്തും. ഇനി കോൺകേവിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 2 വശത്തോട്ടായിട്ട് ഇങ്ങനെ പോകും.
ഇത് ഡൈവർജ് എന്ന് നമ്മൾ പറയും. ഡൈവർജ് ഇതെന്താണ്? ഇത് കൺവെർജ് ചെയ്യും. ഇത് ഒരു പോയിന്റിലോട്ട് എന്ത് ചെയ്യും? കൺവെർജ് ചെയ്ത് വരും. ഇതാണെങ്കിൽ എന്താണ്? ഡൈവർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഡൈവർജ് ചെയ്യും. അപ്പം കൺവെർജ് ചെയ്യുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഡൈവർജ് ചെയ്യുന്ന ലെൻസാണ് ഏതെന്ന് പറയുന്നത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഒരു പോയിന്റ് കൂടെയാണ് കടന്നു പോകുന്നത്. ഈ പോയിന്റ് ആ ലെൻസിൻ്റെ ഒത്ത സെൻറ്ററാണ്. അതിനെ നമ്മൾ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയും. ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇനി ഈ ഒപ്റ്റിക്കൽ സെൻറ്ററും തന്നെ ഇക്വ ഡിസ്റ്റൻ്റ് ആയിട്ട് അപ്പുറവും ഇപ്പുറവും 2 പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് F1 ആണെങ്കിൽ ഇതെന്താണ്? F2. ഓക്കെ, ഇനി വീണ്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് വീണ്ടും ഫോക്കസുകൾ എടുക്കാൻ പറ്റും. അത് 2F1 എന്നും 2F2 എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫോക്കസ്, പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക്കൽ സെൻറ്റർ എന്തൊക്കെയാണെന്ന് മീൻസ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം എപ്പോഴും കോൺവെക്സ് ലെൻസ് കൺവെർജിങ് ലെൻസും കോൺകേവ് ലെൻസ് എന്താണ്? ഡൈവർജിങ് ലെൻസും ആണ്. ഇനി നമ്മൾ ഈ ഓരോ പൊസിഷനിൽ ചിലപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ 2F1 വെക്കാം. ഇങ്ങനെ ഓരോ പൊസിഷനിൽ നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തതിന് ശേഷം ഇവരുടെയൊക്കെ ഇമേജ് എന്ത് ചെയ്യാം? ഇവിടെ ഫോം ചെയ്യും. ആ ഇമേജ് എങ്ങനെയാണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, ഇനി ഈ ഒരു സ്ഥലത്ത് ഇമേജ് മീൻസ് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇപ്പുറത്ത് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സൈഡിൽ തന്നെ ഇപ്പം എവിടെയാണ് ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു, ഇനി ഇമേജ് ഈ സൈഡിൽ തന്നെയാണോ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഓരോ പൊസിഷനിൽ വെക്കുമ്പോൾ നമുക്ക് ഓരോ സൈസിലുള്ള ഇമേജസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് നമുക്ക് ബോക്സ് ചെറുതായിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ പൊസിഷൻ വെക്കുകയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി എവിടെന്നോ വരുന്നത്, ദൂരെ എവിടെന്നോ വരുന്നതാണ്. അത് പൊസിഷനായിട്ട് നമ്മൾ പറയത്തില്ല. എന്താണ്? എവിടെന്നോ വരുന്ന, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന മീൻസ് ഇൻഫിനിറ്റിയിലാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ്? ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇമേജ് ഫോം ചെയ്യുന്നത് F2-ലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. F2 ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെ പറ്റിയാണ്? കോൺവെക്സ് ലെൻസിനെ പറ്റിയാണ്. ഓക്കെ, കോൺവെക്സ് ലെൻസിനെ പറ്റിയാണ്. ഓക്കെ, അതേപോലെ ആ ഉണ്ടാവുന്ന ഇമേജ് എന്തായിരിക്കും? ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, പോയിന്റ് സൈസ്ഡ് ആയിരിക്കും. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ ചെറിയ സൈസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് ഒരു ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഫിനിറ്റിയിൽ നിന്നും ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അതേപോലെ നേച്ചർ എന്താണ്? റിയലും ആണ്, ഇൻവെർട്ടഡും ആണ്. ഇൻവെർട്ടഡ് എന്ന് പറയുമ്പോൾ തലതിരിഞ്ഞിരിക്കുന്നു. ഇനി ബിയോണ്ട് എന്താണ്? 2F1. ബിയോണ്ട് 2F1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2F1ഉം ഇവിടെയാണ് 2F1. അപ്പോൾ നമ്മൾ എന്താണ്? ഒബ്ജക്റ്റിന് ഇവിടെ ആയിരിക്കും വെക്കുന്നത്. അതാണ് ബിയോണ്ട് 2F1 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിയോണ്ട് 2F1 ആണെങ്കിൽ എന്തായിരിക്കും? എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ F2 ആൻഡ് 2F2-ൻ്റെ ഇടയിലായിട്ടായിരിക്കും നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ചെറുതായിരിക്കും, സ്മോൾ സൈസ് ആയിരിക്കും. അതുപോലെ എന്താണ്? റിയലും ഇൻവെർട്ടഡും ആയിരിക്കും. ഇനി ഇമേജ് നമ്മൾ വെക്കുന്നത് 2F1 വെച്ചെന്ന് വെച്ചോ. അങ്ങനെയാണ് ഇമേജ് അല്ല, ഒബ്ജക്റ്റ് 2F1 വെക്കുവാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇമേജ് 2F2 ഫോം ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ്? എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. എന്ത്? 2F1 മീൻസ് കാരണം സെയിം സൈസ്, ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്താണോ അതേ സൈസിൽ തന്നെയാണ് ഇമേജ് ഉണ്ടാവുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നത് ഒബ്ജക്റ്റ് വെക്കും, അതിനെക്കാട്ടി വലിയ സൈസ് അല്ലെങ്കിൽ അതിനെക്കാട്ടി ചെറിയ സൈസ്. അപ്പം ഇവിടെ എന്താണ്? നമുക്ക് സെയിം സൈസിലുള്ള തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റും ഇമേജ് മീൻസ് ഒരു സെയിം സൈസുള്ള ഒബ്ജക്റ്റിന് അതേ ഇമേജ് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ സെയിം സൈസിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം 2F1 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എവിടെ ഫോം ചെയ്യും? 2F2 ഫോം ചെയ്യും. സ്പെഷ്യാലിറ്റി എന്തുവാന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും സൈസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നേച്ചർ നോക്കിയ റിയലും ഇൻവെർട്ടഡും ആയിരിക്കും. ഓക്കെ, ഇനി F1-നെ 2F1-ൻ്റെ മിഡിൽ മീൻസ് മിഡിൽ അല്ല, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്?
ബിയോണ്ട് 2f2. 2f2ന് ശേഷമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്ന ആ ഇമേജ് എന്തായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. എൻലാർജ്ഡ് അത്യാവശ്യം സൈസ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻലാർജ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ദ നേച്ചർ ഓഫ് ഇമേജ് എന്തായിരിക്കും, റിയലും ഇൻവെർട്ടഡും ആയിരിക്കും. ഓക്കെ, അടുത്ത നോക്കി. അറ്റ് ഫോക്കസ് F1 വെക്കുന്നതെങ്കിൽ നമ്മുടെ ഇമേജ് എന്തായിരിക്കും, ഇൻഫിനിറ്റിയിലായിരിക്കും. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ദൂരെ എവിടെയോ ആയിരിക്കും അത് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമേജ് എന്തായിരിക്കും, ഒത്തിരി വലുതായിരിക്കും. ഇൻഫിനിറ്റി ലാർജ് അല്ലെങ്കിൽ ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതും റിയലും ഇൻവെർട്ടഡും ആയിരിക്കും. ഇനി നോക്കിയേ, ഇതിൽ തന്നെ വരുന്ന വേറെ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇപ്പം ഓക്കെ, ഇവിടെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഫോക്കസ് ആണിത്, ഇത് ഒപ്റ്റിക്കൽ സെൻറ്റർ. ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതെന്താണ്, അത് നോക്കിയേ, അതിന് നമ്മൾ ഫോക്കസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഇടയിലായിട്ട് വെക്കുവാണെങ്കിൽ എന്താണ്, നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ തന്നെയായിരിക്കും, ആ ഒബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് ആ സെയിം സൈഡിൽ, ആ സെയിം വശത്ത് തന്നെയായിരിക്കും ഫോം ചെയ്യുന്നത്. ആ ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിരിക്കും, നല്ല മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. അത് വെർച്വലും ആയിരിക്കും, ഇറക്റ്റും ആയിരിക്കും. ഓക്കെ, അത് വെർച്വലും ആയിരിക്കും, ഇറക്റ്റും ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഈ ഓരോ പൊസിഷൻസും എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് എവിടേക്കാണ് വെക്കേണ്ടത് അതുമായിട്ട് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, ഇമേജിൻ്റെ സൈസ് എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ കാണാൻ എങ്ങനെയാണ്, നേച്ചർ എന്താണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇത് തിരിച്ചും മറിച്ചും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, സെയിം സൈസിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കിയേ, ഓക്കെ, SSC GDയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ എന്ത് ചെയ്യുക, ഈ കോൺടാക്റ്റ് നമ്പർ 8075753676 ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് എന്ത് ചോദിച്ചാലും എന്താണ് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡെമോ ക്ലാസ്സസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡെമോ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പം ടൈം ഒന്നും ഇതാക്കാതെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ മീൻസ് ക്ലാസ്സസ് അവൈലബിൾ ആണോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ എന്താണ് യൂട്യൂബിലാണെങ്കിലും എന്തോരം ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പം മാക്സിമം എവിടെ നിന്നൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾക്ക് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനായിട്ട് എന്താണ് ടെലഗ്രാം വഴി. അപ്പം എപ്പോഴും എന്താണ് ആക്റ്റീവായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെമോ ക്ലാസ് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതല്ലാതെ തന്നെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു വർഷം ഒത്തിരി പേര് ഇവിടുന്ന് ജോലിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 2000 gram possess 100 joule kinetic energy. The object must be moving with a speed of. ഇവിടെ നോക്കിയേ, ഇവിടെ മാസ് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് എനർജി തന്നിട്ടുണ്ട്, അതുപോലെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എപ്പോഴും എഴുതുന്ന ഇക്വേഷൻ എന്താണ്, 12mv². അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, 12mv² ആണ്. ഇതിൽ എനർജി തന്നിട്ടുണ്ട് 100 ജൂളാണ്, ഹാഫ് ഓക്കെ ആണ്. മാസ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 2000 ഗ്രാം. നമുക്ക് ഗ്രാമായിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, അതിൻ്റെ നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് ആക്കണം. ഗ്രാം അല്ല നമ്മൾ എടുക്കുന്നത്, എപ്പോഴും കിലോഗ്രാം ആണ്. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, 2000 എത്ര വരും, അത് 2 ആയിട്ട് വരും അല്ലേ. അപ്പം 2 ആയിട്ട് വരും. അപ്പം എന്ത് ചെയ്യുക, മാസിൻ്റെ 2 കിലോഗ്രാം എന്ന് എഴുതുക. v² എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയാം. ഇതും കട്ടായി പോവും. v² = 100.
ഇനി വി കണ്ടുപിടിക്കുക എളുപ്പമില്ലേ, എന്ത് ചെയ്യുക, 100ൻ്റെ റൂട്ട് എടുക്കുക, 10 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 10 m/s ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിച്ച് വെച്ചേക്കുക, 12mv². ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മിനറൽ ഡസ് നോട്ട് കണ്ടെയ്ൻ ഓക്സിജൻ? ഇവിടെ കുറച്ച് മിനറൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഓക്സിജൻ വരാത്തത് ഏത് മിനറൽ ആണെന്ന് പറയണം. ഹേമറ്റൈറ്റ് ഉണ്ട്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കാൽസൈറ്റ്. ഇങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓക്സിജൻ ഇല്ലാത്തത്? ഈ ഹേമറ്റൈറ്റ് എന്തിൻ്റെ അയണാണ്? ഹേമറ്റൈറ്റ് എന്തിൻ്റെ എന്താണ്? അയൺ എന്നല്ല. ഓക്കെ, ഏതാണ്, ഏതിൻ്റെയാണ്? ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു. ഏതിൻ്റെയാണ്? അയണിൻ്റെയാണ്. ഓക്കെ, അപ്പം അയണിൻ്റെയാണ്. അയണിൻ്റെ വേറെ ഏതൊക്കെയാണുള്ളത്? ഓറുകൾ ഏതൊക്കെയാണ് അയണിൻ്റെ ഓറുകളുള്ളത്? ഹെമറ്റൈറ്റ് ഉണ്ട്, അതുപോലെ അടുത്തത് എന്താണ്? മാഗ്നറ്റൈറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ഹേമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, സിഡറൈറ്റ് ഉണ്ട്, പിന്നെ പൈറൈറ്റ് ഉണ്ട്, ലിമോണൈറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഇതെല്ലാം എന്തെന്ന് പറയുന്നത് അയണിൻ്റെ ഓറുകളാണ്. ഓക്കെ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, പൈറൈറ്റ്, ലിമോണൈറ്റ് എല്ലാം എന്താണ്? അയണിൻ്റെ ഓറുകളാണെന്ന് ഓർത്തിരിക്കാം. അടുത്ത നോക്കിയേ, ബോക്സൈറ്റ് എന്തിൻ്റെ ഓറാണ്? ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക. ഏതെങ്കിലും നിങ്ങളിതിപ്പോൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഇത് പറയുമ്പോൾ ജസ്റ്റ് ഓർത്ത് നോക്കുക, ഏതാണ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ബോക്സൈറ്റ് ഏതിൻ്റെയാണ്? ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെയാണ്. അലൂമിനിയത്തിൻ്റെ ഓറാണ് എന്തെന്ന് പറയുന്നത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ക്രയോലൈറ്റും എന്തിൻ്റെ തന്നെയാണ്? അലൂമിനിയത്തിൻ്റെ ഓറ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ക്രയോലൈറ്റ്. അലൂമിനിയത്തിന് വേറൊരു ഓറാണ് കൊറണ്ടം എന്തിൻ്റെ ഓറാണ്? അലൂമിനിയത്തിൻ്റെ ഓറാണ്. ഓക്കെ, കാൽസൈറ്റ് എന്തിൻ്റെയാണ്? ആ പേരിൽ തന്നെയുണ്ട്, കാൽഷ്യത്തിൻ്റെ ഓറാണ് എന്തെന്ന് പറയുന്നത്? കാൽസൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ്? ഡോളോമൈറ്റ്, ജിപ്സം, ഇതെല്ലാം എന്തിൻ്റെ ഓറാണ്? കാൽഷ്യത്തിൻ്റെ ഓറാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തോന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജൻ ഇല്ലാത്തത് ഇതിൽ ഏതാണ്, ഏത് മിനറലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ക്രയോലൈറ്റ് ആണ്. പഠിച്ചു വെച്ചേക്കുക. ക്രയോലൈറ്റിലാണ് എന്തില്ലാത്തത്? ഓക്സിജൻ ഇല്ലാത്തത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓക്സിജൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അയണിൻ്റെ ഓറുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, പൈറൈറ്റ്, ലിമോണൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ അലൂമിനിയത്തിൻ്റെയാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കൊറണ്ടം എന്ന് പറയുന്നത്. കാൽസൈറ്റ് എന്തിൻ്റെ ഓറാണ്? കാൽഷ്യത്തിൻ്റെ തന്നെയാണ് എന്ത്? ഡോളോമൈറ്റ്, ജിപ്സം എന്നൊക്കെ പറയാം. അതേപോലെ ആസ്ബെറ്റാസ് ഒക്കെ എന്താണ്? കാൽഷ്യത്തിൻ്റെ ഓറുകളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഇൻ അനിമൽ സെൽസിൽ റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്? അനിമൽ സെല്ലാണെങ്കിലും പ്ലാന്റ് സെല്ലാണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. എവിടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ് സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റെസ്പിറേഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മെയിൻലി എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ മെയിൻലി നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ ആണെന്ന് ഓർത്തിരിക്കുക. മൈറ്റോകോൺട്രിയനെ അറിയപ്പെടുന്നത് എന്താണ്? പവർ ഹൗസ് ഓഫ് ദ സെൽ. എപ്പോഴും ചോദിക്കുന്നതാണ് സെല്ലിലെ പവർ ഹൗസ്. കാരണം എന്താണ്? ഇവിടെ ഒത്തിരി എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് അറിയപ്പെടുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഡബിൾ മെംബ്രെയിൻ ഉള്ള എന്താണ്? ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ്. ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഓക്കെ, റൈബോസോം എന്താണ്? നമ്മുടെ ഈ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്? റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുക, പ്രോട്ടീനെ ഉണ്ടാക്കുക. ഇതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരത്തിലുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, പിന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒന്നുമില്ല, ഇവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൈബോസോം ജസ്റ്റ് അറ്റാച്ച് ചെയ്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവരെ പരിക്കനായിട്ടുള്ള എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. സ്മൂത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും അറ്റാച്ച്ഡ് അല്ല. അതുകൊണ്ട് എന്താണ് അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം.
ഇനി നമ്മുടെ സെല്ലിന് മൊത്തത്തിൽ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നോക്കിയേ ലൈസോസോം. ലൈസോസോം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോമാണ്. അതേപോലെ ഇൻട്രാസെല്ലുലാർ ഡൈജഷന് സഹായിക്കുന്നത്. കാരണം എന്താണ്? അത് ഇരിക്കുന്ന അതിൻ്റെ സ്വന്തം സെല്ലിനെ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അത് പഴയ പോലെ ആക്കാൻ നമുക്ക് പറ്റുന്നില്ല, എന്ന് വെച്ചാൽ റിപ്പയർ ആക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കി കളയണം. അതിന് ആര് സഹായിക്കും? ലൈസോസോം സഹായിക്കും. ലൈസോസോം അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യും? അതിനെ ഇല്ലാതാക്കും. അതിൻ്റെ ചുറ്റുമുള്ള അതിൻ്റെ ആൾക്കാരെയും അതുപോലെ അതിരിക്കുന്ന സ്വന്തം സെല്ലിനെ അത് എന്ത് ചെയ്യും? ഇല്ലാണ്ടാക്കി കളയും, ഡൈജസ്റ്റ് ആക്കി കളയും. അതാണ് നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വയം അതിനെ തന്നെ ഇല്ലാണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഡൈജസ്റ്റീവ് ബാഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഡൈജസ്റ്റീവ് ബാഗ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പം ഇതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ എൻസൈമുകൾ വേണ്ടേ? ചുമ്മാ ഡൈജസ്റ്റ് ആവോ? ഇല്ല. ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ എൻസൈംസ് വേണം. ആ എൻസൈംസ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആര്? ലൈസോസോം. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ആരാണ് സഹായിക്കുന്നത്? എൻസൈംസ് ആണ് സഹായിക്കുന്നത്. ആ എൻസൈംസിനെ ആര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ലൈസോസോം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡൈജസ്റ്റീവ് ബാഗ് എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? ലൈസോസോമിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ, വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം എന്നും പറയുന്നുണ്ട്. കാരണം എന്താണ്? എന്തെങ്കിലും എക്സ്ട്രാ വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ലൈസോസോം ഇല്ലാണ്ടാക്കി കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. നോക്കി അടുത്തത് നോക്കി, ആറ്റം ബോംബ് ഓഫ് ദ സെൽ. ആറ്റം ബോംബ് ഓഫ് ദ സെൽ കാരണം എന്താണ്? ഇത് നമ്മുടെ ബോഡിക്ക് പറ്റാത്ത എന്തെങ്കിലും നമ്മുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ, മീൻസ് ഇപ്പം എന്താണ്, നമ്മൾ ഫോറിൻ ബോഡീസ് എന്ന് നമ്മൾ പറയും. നമ്മുടെ ബോഡിക്ക് പറ്റാത്ത നമ്മുടെ ബോഡിയിൽ കയറുന്ന ഫോറിൻ ബോഡീസ് എന്ന് പറയും. ഇപ്പം ജേംസോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അപ്പോഴേ ഇത് മീൻസ് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈസോസോം സെറ്റായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇരിക്കുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് എന്തെന്നറിയപ്പെടുന്നത്? ആറ്റം ബോംബ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സൂയിസൈഡൽ ബാഗ്, ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ, ഡൈജസ്റ്റീവ് ബാഗ്, വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം, ആറ്റം ബോംബ് ഓഫ് ദ സെൽ, ഇതെല്ലാം ആരാണ്? ലൈസോസോമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പവർ ഹൗസ് ഓഫ് ദ സെൽ ആരാണ്? മൈറ്റോകോൺട്രിയ. സ്മോളസ്റ്റ് സെൽ ഓർഗനലാണ് ആരെന്ന് പറയുന്നത്? റൈബോസോം. അതുപോലെ ലാർജസ്റ്റ് സെൽ ഓർഗനൽ ആരാണ്? ലാർജസ്റ്റ് സെൽ ഓർഗനൽ എന്നാണ് ഞാൻ പറയുന്നത്. ഓർഗനൽ, സെല്ലിലുള്ള ഉള്ളിലുള്ള ഓരോരുത്തരെയും നമ്മൾ ഓർഗനൽ എന്നാണ് പറയുന്നത്. സെല്ലിലെ ഓരോ സ്ട്രക്ചേഴ്സ്. ഇത് നോക്കി, ഇത് സെല്ല്, ഇത് ന്യൂക്ലിയസ് ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും വേറെയൊക്കെ മീൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അതിന് നമ്മൾ എന്തോ പറയുന്നത്? ഓർഗനൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും വലിയ ഓർഗനലാണ് ആരെന്ന് പറയുന്നത്? ന്യൂക്ലിയസ്. ഞാൻ ഇപ്പോൾ വരച്ച ന്യൂക്ലിയസ്. ഇവിടെയാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്, നമ്മുടെ DNA. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിയേ, ഇൻ ഹ്യൂമൻ ബോഡി ഫാറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ. ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ടിഷ്യൂലാണ്, ഒരു ടിഷ്യൂലാണ്. ആ ടിഷ്യൂ ഏതാണെന്നാണ് ചോദിക്കുന്നത്? എപ്പിഡെർമിസ്, അഡിപ്പോസൈറ്റ്സ്, അടുത്തത് എന്താണ്? ലിവർ, എപ്പിത്തീലിയം. ശ്രദ്ധിക്കുക, അഡിപ്പോ എന്ന് കേൾക്കുമ്പോഴേ ഫാറ്റ് ആണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അഡിപ്പോസൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ. ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂസ് ആണ് ഏതെന്ന് പറയുന്നത്? അഡിപ്പോസ്. അതിലെ സെൽസിന് നമ്മൾ അഡിപ്പോസൈറ്റ്സ് എന്ന് പറയും. അപ്പം നമ്മുടെ ഇപ്പം ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ക്യാമൽ ഉണ്ടല്ലോ, ക്യാമലിൻ്റെ ഹമ്പ് ഇങ്ങനെ പൊന്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് എന്താണ്? അതിൽ ആക്ച്വലി എന്താണ്? അത് അഡിപ്പോസ് ടിഷ്യൂ ആണ്. അതിൽ ഫാറ്റ് സ്റ്റോർഡ് ആണ്. അപ്പോൾ ഇവർക്ക് ഭക്ഷണമോ കാര്യങ്ങളോ കിട്ടാതെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ ഇവരെന്ത് ചെയ്യും? ആ ഒരു സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്നും അവരെന്ത് ചെയ്യും? അവർക്ക് ബോഡിക്ക് വേണ്ടുന്ന എനർജി അവർ അതിന്ന് യൂട്ടിലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എപ്പോഴും ഓർത്തിരിക്കുക അഡിപ്പോസ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ അതിലെ സെൽസിനെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അഡിപ്പോസൈറ്റ്സ്. ഓക്കെ, ഇനി
ലിവർ എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്? ലിവർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ആണ് ആരെന്ന് പറയുന്നത്? ലിവർ എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ഓർഗൻ. അതേപോലെ ലിവർ നമ്മുടെ ഡൈജഷന് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്? ജ്യൂസ് അത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ജ്യൂസിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബൈൽ ജ്യൂസ്. ഈ ബൈൽ ജ്യൂസ് എന്തിനു സഹായിക്കും? ഫാറ്റിൻ്റെ വലിയ മോളിക്യൂൾസിനെ കൺവേർട്ട് ചെയ്ത് കുഞ്ഞു ഗ്ലോബ്യൂളുകളാക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ബൈൽ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു ഇതിനെ ചെറിയ മോളിക്യൂളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഇമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇമൾസിഫിക്കേഷൻ. അപ്പം ഫാറ്റിൻ്റെ ഇമൾസിഫിക്കേഷൻ ആര് സഹായിക്കുന്നുണ്ട്? ബൈല് എന്താണ്? ഫാറ്റിൻ്റെ ഇമൾസിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The teeth which develop 2 times in their life cycle of human being are. 2 തവണ മീൻസ് ആദ്യം വരും, പിന്നെ അത് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വരും. എത്ര പല്ലുകളാണ് അത് പറയുന്നത്? നമ്മൾ ഹ്യൂമനിൽ നമ്മുടെ ആ ഒരു പല്ലിൻ്റെ നമ്മൾ ആ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2 1 2 3. ഇത് അപ്പർ ജോയിൽ, ഇത് ലോവർ ജോയിൽ. ഇത് അപ്പർ ജോയിൽ ഒരു പാതി മാത്രമാണ്. അപ്പം ഇത് ലോവർ ജോ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു പാതി മാത്രമാണ് ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് എഴുതിയേക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇത് അപ്പർ ജോയിൽ, ഇത് അപ്പർ, ഇത് ലോവർ. അപ്പറിൻ്റെ ഒരു പാതി മാത്രമാണ്. അപ്പം മൊത്തത്തിൽ നമുക്ക് എത്ര പല്ലുണ്ട്? ഈ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മൊളാർ. ഇൻസിസറും കനൈനും പ്രീമോളാറും മൊളാറും, ഇങ്ങനെ 4 ടൈപ്പ് ടീത്തുകളാണ് നമുക്കുള്ളത്. ഇൻസിസേഴ്സും കനൈനും പ്രീമോളാറും മൊളാർസും. ഓക്കെ, ഇൻസിസർ എന്തിനു വേണ്ടിയിട്ടാണ്? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കനൈൻ ആണെങ്കിലോ നമുക്ക് മീൻസ് വലിച്ച് ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? കനൈൻ ഉള്ളത്. പ്രീമോളാർസും മൊളാർസും എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? പ്രീമോളാർസും മൊളാർസും ഉള്ളതെന്ന് ഓർക്കുക. അപ്പം നമുക്ക് മൊത്തത്തിൽ എത്ര പല്ലാണ്? 32 പല്ലാണ്. നമുക്ക് ടോട്ടൽ 8 ഇൻസിസേഴ്സും 4 കനൈനും 8 പ്രീമോളാർസും 12 ആരുണ്ട്? മൊളാർസും. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 1 2 3 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൊത്തത്തിൽ എത്രയാണ്? നമുക്ക് 32 ടീത്താണ് നമ്മൾ മെയിൻലി പറയുന്നത്. ഇനി കുഞ്ഞുങ്ങളുടെ കേസ് ഒക്കെ 2 1 2 2 1 0 2 ആണ്. 2 1 0 2, അതേപോലെ 2 1 0 2. ഇതാണ് കുട്ടികളുടെ ടീത്ത് നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ നമ്മൾ നോർമൽ ഒരു അഡൽറ്റിൻ്റെ ടീത്താണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി കുട്ടികളുടെ കേസ് ഒക്കെ അപ്പർ ജോയിലെ ലോവർ ജോയിലെ ഒരു പാതി വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അവർക്ക് അപ്പർ ജോയിലെ ഒരു ഹാഫിൽ 2 ഇൻസിസർ, 1 കനൈന്, അവർക്ക് പ്രീമോളാറുകൾ ഇല്ല. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീമോളാർസ് ഇല്ല. മൊളാർസ് ഉണ്ട്. അപ്പർ ജോയിൽ ഒരു പാതിയിൽ മൊളാർസ് ഉണ്ട്. അതേപോലെ തന്നെ ലോവർ ജോയിൽ. ഇവർക്ക് എത്രയാണുള്ളത്? നോക്കിയേ, മൊത്തത്തിൽ 8 4 പ്രീമോളാർസ് ഇല്ല, 0. പിന്നെ ഉള്ള മൊളാർസ് എത്രയാണ്? 8 എണ്ണമാണ് ഉള്ളത്. ഇത് നോക്കിയേ, അപ്പർ ജോയിൽ ഒരു പാതിയിലാണ് 2 എണ്ണം. അപ്പോൾ അപ്പർ ജോയിൽ തന്നെ മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇത് നോക്കിയേ, ലോവർ ജോയിൽ 4 എണ്ണം ഉണ്ട്. അപ്പം മൊത്തത്തിൽ എത്രയാണ്? ഇത് ടോട്ടൽ കൂട്ടുമ്പം 20. അപ്പോൾ ടോട്ടൽ ഞാൻ ഇത് എഴുതിയത് എന്താണ്? കൊച്ചുങ്ങളുടെ കേസിലാണ്. കൊച്ചുങ്ങളുടെ കേസിൽ എങ്ങനെയാണ്? ചൈൽഡിൻ്റെ കേസിൽ എങ്ങനെയാണ്? 2 1 0 2 എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻസിസറും കനൈനും പ്രീമോളാർസും മൊളാർസും. അവരുടെ കേസിൽ നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഡെസിഡ്വസ് ടീത്ത് എന്നൊക്കെ നമ്മൾ പറയും. എന്ന് വെച്ചാൽ വീണ്ടും പോയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടീത്ത്. അപ്പോൾ 2 ടൈം അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 20 ടീത്താണ് പോയിട്ട് വീണ്ടും വരുന്നത്. ഓക്കെ, അഡൽറ്റിൻ്റെ കേസിൽ 32 ടീത്താണ് ടോട്ടൽ നമുക്കുള്ളത്. അതിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കൊച്ചുങ്ങളുടെ കേസിൽ ഈ ഒരു രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കൊച്ചുങ്ങൾക്ക് എത്ര പല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആസിഡ്സ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഗ്രേപ്സ്? ഗ്രേപ്സിൽ ഇല്ലാത്തത് ഇതിൽ ഏത് ആസിഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ സിട്രിക് ആസിഡ് കാണപ്പെടുന്ന ഏതിലൊക്കെയാണ്? ലെമണ്, അതേപോലെ ഓറഞ്ച്, അതുപോലെ ഗ്രേപ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിട്രിക് ആസിഡ് കാണാനായിട്ട് സാധിക്കും. മാലിക് ആസിഡ് ആണെങ്കിലോ, മാലിക് ആസിഡ് നമുക്ക് ആപ്പിളിൽ കാണാൻ പറ്റും. പിന്നെ എന്താണ്? ഗ്രേപ്സ്, ക്യാരറ്റ്, ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? മാലിക് ആസിഡ് കാണാനായിട്ട് സാധിക്കും. അസറ്റിക് ആസിഡ് ആണെങ്കിലോ വിനിഗേഴ്സിൽ നമ്മൾ എന്താണ് പറയുന്നത്? അസറ്റിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ് ആണെങ്കിലോ ടാമറിനിൽ, അതേപോലെ ഗ്രേപ്സിൽ, ഇതിലൊക്കെ എന്തുണ്ട്? നമ്മുടെ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇനി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഈ 3 ആസിഡ്സും നമുക്ക് ഗ്രേപ്സിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗ്രേപ്സിൽ ഇല്ലാത്തൊരു ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. ഏതെന്ന് പറയുന്നത്? ഗ്രേപ്സിൽ ഇല്ലാത്ത ആസിഡ്. അപ്പോൾ ആസിഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയിലാണ് ഏത് ആസിഡുകളൊക്കെ ആണ് കാണപ്പെടുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്നെയിൽ ബിലോങ് ടു ഏത് ഫൈലം? ഡാഷ് ഫൈലം. ഏത് ഫൈലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഫൈലമാണ് ഇത്? എപ്പോഴും ചോദിക്കുന്നതാണ്, പല എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. സ്നെയിൽ ബിലോങ് ടു ഏത് ഫൈലം? ഡാഷ് ഫൈലം ഏതാണ്? ഒരു സംശയവും വേണ്ട. നമ്മൾ നോൺ കോർഡിനേറ്റുകൾ പറയാൻ നേരത്ത് അതിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമായിട്ടുള്ള മൊളസ്കയിലാണ് ആരുള്ളത്? സ്നെയിലുകളുള്ളത്. ഏറ്റവും ലാർജസ്റ്റ് ഫൈലം ആരാണ്? ആർത്രോപോഡ. ഏറ്റവും ലാർജസ്റ്റ് ഫൈലം ആർത്രോപോഡ. കാരണം എന്താണ്? എല്ലാ ഇൻസെക്റ്റുകളും വരുന്നത് ഏതാണ്? എല്ലാ ഇൻസെക്റ്റുകളും വരുന്നത് ഏതിലാണ്? ആർത്രോപോഡയിലാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഫൈലം ആരാണ്? ആർത്രോപോഡയാണ്. അതേപോലെ അവർക്ക് എന്തുണ്ട്? ജോയിൻ്റ് ആയിട്ടുള്ള ലെഗ്സ് ഉണ്ട്. ആർക്ക്? ആർത്രോപോഡയ്ക്ക് ജോയിൻ്റ് ലെഗ്സ്. ഓക്കെ, അതേപോലെ എക്സോസ്കെൽറ്റൻ ഉണ്ട് അവർക്ക്. എക്സോസ്കെൽറ്റൻ, ആ എക്സോസ്കെൽറ്റൻ കൈറ്റിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നോക്കിയാൽ നിങ്ങൾ മറ്റേ തേളുണ്ടല്ലോ, തേളിൻ്റെ പുറം ഭാഗം എന്താണ്? പൊളിക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്കെൽറ്റൻ എങ്ങനെയാണ്? ഉള്ളിലാണ്. അതിനെ നമ്മൾ പറയുന്നത് എൻഡോസ്കെൽറ്റൻ എന്നാണ് പറയുന്നത്. ഇനി പുറത്താണ് സ്കെൽറ്റൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എക്സോസ്കെൽറ്റൻ എന്ന് പറയും. അപ്പോൾ ആർത്രോപോഡയിൽ നമ്മൾ ഇൻസെക്റ്റുകൾ, ജീവികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മിക്കുള്ളവർക്കും എക്സോസ്കെൽറ്റൻ ആണുള്ളത്. ആ എക്സോസ്കെൽറ്റൻ എന്തുകൊണ്ടിട്ടാണ്? കൈറ്റിൻ വെച്ചിട്ടായിരിക്കും ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എല്ലാ ഇൻസെക്റ്റുകളും ഏതിൻ്റെ എക്സാമ്പിളാണ്? ആർത്രോപോഡയുടെ എക്സാമ്പിളാണ്. അതേപോലെ ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണെന്ന് ഓർത്തിരിക്കുക. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്? ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇനി എക്കിനോഡെർമേറ്റ് നോക്കി. എക്കിനോഡെർമേറ്റ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള എന്താണ്? അനിമൽസ് ആണ് ഏതെന്ന് പറയുന്നത്? എക്കിനോഡെർമേറ്റ എന്ന് പറയുന്നത്. എക്കിനോഡെർമേറ്റയിലാണ് സ്റ്റാർ ഫിഷ്, അതേപോലെ ബ്രിട്ടിൽ സ്റ്റാർ ഒക്കെ വരുന്നത് ഏതിലാണ്? നമ്മുടെ എക്കിനോഡെർമേറ്റയിലാണ്. ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ളതാണ് ആരെന്ന് പറയുന്നത്? എക്കിനോഡെർമേറ്റ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് ഏതെന്ന് പറയുന്നത്? മൊളസ്ക. മൊളസ്കയിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് സ്നെയിൽ എന്ന് പറയുന്നത്. സ്നെയിലിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്നെയിലിന് അതിൻ്റെ സെക്സ് അൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സ്നെയിലിനെ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ ഇപ്പം എന്താണ് അതിൻ്റെ സെക്സ് ഡിറ്റർമൈൻ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. മെയിലാണോ ഫീമെയിലാണോ? നമുക്ക് നോക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇപ്പം മെയിലായിട്ടിരിക്കുന്ന ഒരു ജീവിക്ക് ഫീമെയിൽ ആവാനും ഫീമെയിലായിട്ടുള്ള ഇതിന് മെയിൽ ആവാനും ഉള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും സെക്സ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരവരുടെ സെക്സ് അൾട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ സ്നെയിൽ മൊളസ്കയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ സ്നെയിലിന് എന്താണ് ഇങ്ങനെ പല്ല് പോലെ ഇങ്ങനെ അവരുടെ ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ ഉണ്ട്. അതിന് പറയുന്നത് റാഡുല എന്നാണ് പറയുന്നത്. റാഡുല. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. ഇനി കോർഡേറ്റയിലാണ് ആരൊക്കെ വരുന്നത്? നമ്മൾ ഉൾപ്പെടെയുള്ളവരെല്ലാം വരുന്നത് ഏതിലാണ്? ഇപ്പം ആംബീബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ്, ഏവ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ബേർഡ്സും വരുന്നത് ഏവ്സിലാണ്. ഇതെല്ലാം വരുന്നത് ഏതിലാണ്? കോർഡേറ്റയിലാണ്. ഓക്കെ, അപ്പം കോർഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കോർഡേറ്റയ്ക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു ജീവിയാണെന്ന് വിചാരിക്കുക. ഇവർക്ക് ഇങ്ങനെ റോഡ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെന്താണ്? നോട്ടോകോഡാണ്. നോട്ടോകോഡ്. ഇങ്ങനെ നോട്ടോകോഡ് ഉള്ള ജീവികളെയാണ് നമ്മൾ കോർഡേറ്റകളെന്ന് പറയുന്നത്. ഓക്കെ, നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ അവരുടെ ബോഡിയിൽ ഉണ്ടാവണം.
ഇപ്പം നമ്മുടെ ബോഡിയിലും ഉണ്ടായിരുന്നു നോട്ടോകോഡ്, പക്ഷേ നമ്മുടെ നോട്ടോകോഡ് എന്തായിട്ട് ഡെവലപ്പായി, അത് പിന്നെ നമ്മുടെ നട്ടല് വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറി. അപ്പോൾ ഒരു ജീവിയെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്പാനിൽ എപ്പോഴെങ്കിലും ഈ നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് കോർ ഡേറ്റയിൽ വരും. ഓക്കെ, നമുക്ക് ഉണ്ടായിരുന്നു, അത് പിന്നെ എന്തായി മാറി, വെർട്ടിബ്രൽ കോളമായിട്ട് മാറി എന്നേ ഉള്ളൂ. ഇനി നോട്ടോകോഡ് മാത്രമല്ല, ഈ ഒരു ഫീച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോർ ഡേറ്റയിൽ പറയുന്ന ഫീച്ചർ. അത് മാത്രമല്ല, ഈ നോട്ടോകോഡിൻ്റെയും പിറകെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, നെർവ് കോഡും ഉണ്ടായിരിക്കണം. നമുക്കും ഉണ്ട്. നമ്മുടെ നെർവ് കോഡ് എന്താണ്, സ്പൈനൽ കോഡായി മാറി. ഓക്കെ, അപ്പം നമുക്കും നെർവ് കോഡ് ഉണ്ടായിരുന്നു നമ്മൾ എംബ്രിയോ സ്റ്റേജിൽ, പിന്നെ നമ്മുടെ അതെന്തായി മാറി, സ്പൈനൽ കോഡായി മാറി. അപ്പോൾ നോട്ടോകോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്, ഓർത്തിരിക്കുക. എല്ലാ കോർഡേറ്റുകൾക്കും നോട്ടോകോഡ് ഉണ്ട്. നോട്ടോകോഡ് അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ ഇല്ലല്ലോ, നമുക്കത് വെർട്ടിബ്രൽ കോളമായി മാറി, നമുക്കും ഉണ്ടായിരുന്നു, നമ്മുടെ എംബ്രിയോ സ്റ്റേജിൽ നമുക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സ്നെയിൽ ഏതിൽ വരുന്നതാണ്, മൊളസ്കയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് സ്കെയിൽ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേർഡ് എബോള? എബോള എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എബോള വൈറസ്. ഓക്കെ, എബോള വൈറസ് എന്ന് പറയുന്നത് 1976 ഫസ്റ്റ് അതിനെ എന്ത് ചെയ്തത്, ഐഡൻറ്റിഫൈ ചെയ്തത്. ഒരു എബോള റിവർ എന്ന് പറയുന്ന റിവറിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് എബോള നമ്മൾ പറയുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു, വെസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു. അപ്പം ഇതെന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ഔട്ട് ബ്രേക്ക് ഇൻ വെസ്റ്റ് ആഫ്രിക്കയാണ് ഏതെന്ന് പറയുന്നത്, എബോള വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മങ്കീസ്, ബാറ്റൊക്കെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, പകർത്തുന്നത്, ഈ ഒരു എബോള വൈറസിനെ പകർത്തുന്നത്. ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നിപ്പ, കേട്ടിട്ടുണ്ടാവും, നിപ്പ വൈറസ് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ മലേഷ്യയിൽ വെച്ചിട്ടാണ്. മലേഷ്യയിലാണ് എന്ത് ചെയ്തത്, നിപ്പ വൈറസ് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്, സ്ഥിരീകരിച്ചത്. ആ ഒരു നിപ്പ വൈറസ് വന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1998 ഓർത്തിരിക്കുക. 1998 അതിനെ ഐഡൻറ്റിഫൈ ചെയ്തത്, നിപ്പ വൈറസിനെ. ഓക്കെ, ഇതും പിഗ്, ബാറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, പകർത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്, നിപ്പ വൈറസ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മുടെ ബ്രെയിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രെയിൻ സ്വെല്ലനിങ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിലുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റുന്നതാണ് സിക്ക വൈറസ്. ഓക്കെ, അപ്പോൾ ഈ സിക്ക വൈറസ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത് മീൻസ് പകർത്തുന്നതെന്ന് വെച്ചാൽ ഒരു മൊസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ സിക്ക വൈറസ് പകർത്തുന്നത്. ആ മൊസ്കിറ്റോയിൻ്റെ പേരാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഈഡിസ് ഈജിപ്റ്റി എന്നാണ് നമ്മൾ വായിക്കുന്നത്, ഈജിപ്റ്റി മൊസ്കിറ്റോ. അപ്പോൾ സിക്ക വൈറസ് മെയിൻലി പകർത്തുന്നത് ആരാണ്, നമ്മുടെ ഈഡിസ് ഈജിപ്റ്റി മൊസ്കിറ്റോസ് ആണ് എന്ത് ചെയ്യുന്നത്, സിക്ക വൈറസ് എന്ത് ചെയ്യുന്നത്, പകർത്തുന്നത്. ഇനി ഇത് സിക്ക വൈറസ് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് സ്ഥലം ഓർത്തിരിക്കുക, ഉഗാണ്ട. അതേപോലെ തന്നെ വർഷം 1947. അപ്പോൾ 1947 ഉഗാണ്ടയിലാണ് എന്ത് ചെയ്തത്, സിക്ക വൈറസ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഓക്കെ, അപ്പം എബോള വൈറസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈറസാണ്. എബോള എന്ന് പറയുന്ന ഒരു വൈറസാണ്. വെസ്റ്റ് ആഫ്രിക്കയിൽ എബോള റിവറിന് അടുത്തായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് 1976. ഇനി നിപ്പ വൈറസ് ആണെങ്കിൽ 1998 മലേഷ്യയിലാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ പിഗ്, ബാറ്റൊക്കെയാണ് ഇത് പകർത്തുന്നത്. മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനെയാണ്. ഇനി സിക്ക വൈറസ് പകർത്തുന്നത് ഒരു മൊസ്കിറ്റോ ആണ്. ഈഡിസ് ഈജിപ്റ്റി മൊസ്കിറ്റോ ആണ് സിക്ക വൈറസ് പകർത്തുന്നത്. അത് എവിടെയാണ്, 1947 ഉഗാണ്ടയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ആൻസർ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. അല്ലാതെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ടൈം കണ്ടെത്തി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുക, ഓരോ പോർഷൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ സബ്ജക്റ്റും, മാത്സ്, റീസണിങ് എല്ലാം. അപ്പം എല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.